ഹായ് ഡിയേഴ്സ്, നമ്മളൊരു ഡ്രീം കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഈ ഡ്രീം കേക്ക് വാങ്ങുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ വില ആലോചിച്ച് നമ്മൾ വാങ്ങിക്കൂല അല്ലേ. ഞാൻ വാങ്ങിച്ചിരുന്നു കേട്ടോ. ചെറിയൊരു കുഞ്ഞു ബോക്സ് ഉണ്ടല്ലോ, പക്ഷെ അതിനെ തന്നെ നല്ല റേറ്റാണ്. പക്ഷെ നമുക്ക് കൊതി തീരോളം കഴിക്കാനും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് മനസ്സിലുദിച്ചൊരു കാര്യമാണ്. അപ്പോൾ കുറേ ആയി ഡ്രീം കേക്കിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞു ശരിക്കും പറയുകയാണെങ്കിൽ. പക്ഷെ എനിക്കിപ്പോൾ കഴിക്കാനൊരു ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ ആ ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ തിരഞ്ഞു നോക്കുമ്പോൾ ലാസ്റ്റ് എനിക്കൊരു റെസിപ്പി കിട്ടി കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചുകൊണ്ടുള്ളൊരു ഡ്രീം കേക്ക്. അപ്പോൾ അങ്ങനെ ആദ്യം നമ്മൾ ഫ്രഷ് ക്രീം ഉണ്ടാക്കുകയാണേ. ഫ്രഷ് ക്രീം ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് പാലിൽ കുറച്ച് കോൺഫ്ലോർ ഇടണം. കോൺഫ്ലോർ ഇട്ടിട്ട് ഒരു കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതിൽ കോൺഫ്ലോർ ഇട്ടതിന് ശേഷം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക, കൈ എടുക്കാതെ ഇളക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ നാടൻ നെയ്യില്ലേ, ഒന്നെങ്കിൽ ബട്ടർ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നാടൻ നെയ്യ്. അത് നെയ്യിട്ടിട്ട് ഇളക്കിയിട്ട് നമുക്കൊരു ചെറിയൊരു കട്ടിയിൽ ഒക്കെ ആയി കിട്ടും കേട്ടോ. ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളത് വാങ്ങി ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിൽ ഇറക്കി വെച്ചിട്ടോ. അതിനുശേഷം നമ്മൾ മിക്സിയിൽ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതും അതിലേക്കുള്ള ബേക്കിംഗ് പൗഡറും അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാരയും പാലും ഒക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇങ്ങനൊരു കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഒഴിച്ചതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു പാത്രത്തിൽ, ഏത് പാത്രമായാലും കുഴപ്പമില്ല, അതിൽ നമ്മൾ കേക്ക് ടിന്നെ ഇറക്കി വെക്കുക കേട്ടോ. എന്നിട്ടത് ഒരു 20 മിനിറ്റോളം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് നേരം തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്കിങ്ങനെ പൊക്കിയെടുക്കാം കേട്ടോ. ഈസി ആയിട്ട് നമുക്കത് പൊക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ ഈ ഒരു കേക്ക് ടിന്നിൽ വെച്ചിട്ട് തന്നെയാണ് അത് സെറ്റ് ചെയ്യണത് കേട്ടോ. കാരണം നമ്മുടെ കയ്യിൽ വേറെ പാത്രമൊന്നുമില്ല, വേറെ ഓപ്ഷനില്ല. അപ്പോൾ ഇതിൽ തന്നെയാണ് ചെയ്യണത്. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ കേക്ക് ടിൻ തന്നെ വേണമെന്നില്ല കേട്ടോ. വേറെ ഏത് പാത്രത്തേക്ക് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഇറക്കി വെക്കാം കേട്ടോ. പിന്നെ നമ്മളിതിൽ ഒരു ഈർക്കിൾ വെച്ചിട്ട് നമ്മൾ ഈ കേക്കിലിങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കണം കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ ഷുഗർ സിറപ്പിന് പകരം നമ്മളിങ്ങനെ പാലിൽ പഞ്ചസാരയൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു മിശ്രിതമാണ് നമ്മളതിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കേക്കിക്ക് നല്ലോണം പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഈർക്കിളൊക്കെ വെച്ചിട്ട് നമ്മൾ കുത്തി കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു അതിലേക്ക് ആവശ്യമുള്ള അത്രയും പാലെടുത്തു. നമുക്ക് ആവശ്യമുള്ള അത്രയും മധുരത്തിനുള്ള, നമ്മൾ കേക്കിൽ ഓൾറെഡി മധുരം ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും മാത്രം പഞ്ചസാര ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മളിങ്ങനെ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഈർക്കിൾ വെച്ച് കുത്തിയ കാരണം പെട്ടെന്ന് തന്നെ അതിലേക്ക് ഇറങ്ങിപ്പോകും കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ലെയറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. 1 കപ്പ് പാലെടുത്തു, ഒരു പാനിലാക്കിയിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് ഒരു 5-6 ഓറിയോ ബിസ്ക്കറ്റെങ്കിലും ഉണ്ടാവും, അത് പൊടിച്ചിടുകയാണ് കേട്ടോ. പൊട്ടിച്ച് അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് അത് ചെറിയ തീയിൽ കേട്ടോ നമ്മളിങ്ങനെ ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ, കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഒരു തിക്കായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, ആ ഫ്രഷ് ക്രീം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് പറയാൻ മറന്നതാണ്. ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ നമ്മൾ ബീറ്റ് ചെയ്യണ ആ ബീറ്ററും അതുപോലെ ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രമൊക്കെ ഫ്രീസറിൽ വെച്ച് 1 മണിക്കൂറോളം തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ വെച്ചിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്ത് ഫ്രഷ് ക്രീം റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. പിന്നെ ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ആ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുള്ള ആ ഒരു ഇതുണ്ടല്ലോ, പാലിൽ നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് ആഡ് ചെയ്തുണ്ടാക്കിയില്ലേ, അതിലേക്ക് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് നമ്മൾ ഈ ഒരു ഫ്രഷ് ക്രീം 1 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഈ ഒരു ലെയറിൻ്റെ പണി ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് തണുക്കാനൊന്നും വെക്കണമെന്നില്ല. അത് അതേപോലെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ റെഡിയാക്കി വെച്ച കേക്കിൻ്റെ മുകളിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. കയ്യിൽ വെച്ചിട്ട് തന്നെ എല്ലായിടത്തേക്കും ആക്കിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ മിൽക്കി ബാറും അത് രണ്ടും കൂടെ നമുക്ക് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അത് നമുക്ക് ഫ്രഷ് ക്രീം ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് ഒരു ഇതാക്കി എടുക്കണം. അടുത്തൊരു ലെയറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് മെൽറ്റാക്കി എടുക്കുന്ന രീതി കണ്ടില്ലേ. ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിൽ മറ്റൊരു പാത്രത്തിൽ നമ്മൾ ഈ ഒരു മിൽക്കി ബാറും ഡാർക്ക് ചോക്ലേറ്റൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അങ്ങനെയാണ് അത് ഉരുക്കിയെടുക്കുന്നത് കേട്ടോ. അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക. എന്നിട്ട് നമ്മളെ കേക്ക് നമ്മൾ ഫ്രിഡ്ജിൻ്റെ എടുത്തതിന് ശേഷം ഇതിങ്ങനെ ഒരു ലെയർ ആക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതാണ് ഒരു തേർഡ് ലെയർ ഇതാണ് കേട്ടോ. പിന്നെ നമുക്കത് വീണ്ടും ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാം കേട്ടോ.
അടുത്തൊരു ലെയർ എന്ന് പറഞ്ഞാൽ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ കേക്കൊന്ന് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എനിക്കത് ബാലൻസ് ഉണ്ടായില്ല, കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം വേണം. എന്നിട്ടത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ലെയർ കൊക്കോ പൗഡറാണ്. കൊക്കോ പൗഡറും കൂടി നമുക്കിതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അത് കേക്ക് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അത് 1 മണിക്കൂറൊക്കെ വെച്ചാൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ 1 മണിക്കൂറിന് ശേഷമുള്ളതാണ് കേട്ടോ. ഇനി ടൈം 11:10. ഇവിടെ ഓരോരുത്തർ ഉറങ്ങാതെ നിൽക്കുന്നുണ്ടോ? ഇതിനാണ് ഇവിടെ വെയിറ്റിംഗ് കേട്ടോ. ആക്ച്വലി ഞാനൊരു പൊട്ടത്തരം ചെയ്തു കേട്ടോ. ഞാൻ നമ്മുടെ കേക്ക് എന്ത് ചെയ്തെന്ന് അറിയോ, ഫ്രീസറിലാണ് 1 മണിക്കൂർ വെച്ചത്. ശരിക്കും ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കാം, അല്ലാതെ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല. അത് കേക്ക് 1 മണിക്കൂർ കഴിഞ്ഞെടുത്ത് അത് കഴിക്കാൻ നോക്കുമ്പോഴാണ് മനസ്സിലായത് നമുക്കിത് വിട്ടു പോരുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാനത് ചെയ്തത് പാളിപ്പോയോ എന്ന് തോന്നിപ്പോയി കേട്ടോ. പക്ഷെ അങ്ങനെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു ടിന്നിൽ നിന്ന് വിട്ടു പോരുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നി. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. പിറ്റേ ദിവസം ഞാനത് എടുത്ത് കഴിച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളി, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള സംഭവം തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ നമുക്കത് ഫ്രീസറിൽ വെച്ചുകൊണ്ടാണ് തലേദിവസം ഹാർഡായിട്ട് നമുക്ക് തോന്നിയത്. എങ്ങനെയുണ്ട് നമ്മളെ ഡ്രീം കേക്ക്? അടിപൊളിയായിരുന്നു. ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും ടാറ്റാ ബൈ.